നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അന്ന് ലിസ്ബണിൽ ഗോൾ അടിച്ചിട്ട് വിനി ജൂനിയർ കോർണർ ഫ്ലാഗിനടുത്ത് പോയി ഡാൻസ് ചെയ്തു. അതാണത്രേ വംശീയ അധിക്ഷേപം നടത്താൻ കാരണം. കുറേ ഹെയ്റ്റേഴ്സ് പടച്ചു വിട്ടത് ഹോസെ മൊറീഞ്ഞോ അത് പൊക്കിപ്പിടിച്ചത് വലിയ വിവാദമായി. അതേ സെലിബ്രേഷൻ എത്ര പേര് എത്ര ഘട്ടത്തിൽ കാണിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പിലെ പോലും ഐക്കോണിക് സെലിബ്രേഷനിലെ അത് സാക്ഷാൽ വെയിൻ റൂണി ആ ചോദ്യം ഉയർത്തിയിരുന്നു. ഇതാ സാന്റിയാഗോ ബെർണാബ്യൂവിലും ഗോൾ അടിച്ച് കോർണർ ഫ്ലാഗിന്റെ അടുത്ത് പോയി അതേ ഡാൻസ് വിനി ജൂനിയർ കളിച്ചു. ഹെയ്റ്റേഴ്സിന്റെ നെഞ്ചത്ത് കയറി നൃത്തമാടി വിനി ജൂനിയർ. ബെൻഫിക്കയെ തകർത്തുകൊണ്ട് റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു. 2-1 വിജയമാണ് സാന്റിയാഗോ ബെർണബ്യൂവിൽ നേടിയത്. അതോടുകൂടി അഗ്രിഗേറ്റ് 3-1 വിജയം സ്വന്തമാക്കിക്കൊണ്ടാണ് റയൽ മുന്നോട്ട് വരുന്നത്. മത്സരത്തിൽ ഓർലൻ ഷൂമനിയും വിനി ജൂനിയറുമാണ് റയൽ മാഡ്രിഡിന്റെ ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് സിൽവയിലൂടെയാണ് ബെൻഫിക്ക ഗോളടിച്ചിരുന്നത്. റയലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഗോൺസാലോ ഗാർഷ്യ, വിനി ജൂനിയർ, ആർദ ഗ്യൂളർ എന്നിവരൊക്കെയാണ് ആദ്യ 11 ഉണ്ടായിരുന്നത്. മറുഭാഗത്ത് പൗലിഡിസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒപ്പം റാഫ സിൽവയെ തൊട്ടു പിന്നിൽ അണിനിരത്തിക്കൊണ്ടൊക്കെയാണ് ബെൻഫിക്ക കളിക്കാൻ ഇറങ്ങിയത്. മത്സരത്തിൽ ബെൻഫിക്കയാണ് ആദ്യം ഗോളടിക്കുന്നത്. ബെർണാബ്യൂവിനെ നിശബ്ദമാക്കിക്കൊണ്ട് റാഫ സിൽവ 14-ാമത്തെ മിനിറ്റിൽ ബെൻഫിക്കയ്ക്ക് വേണ്ടി ഗോളടിച്ചെങ്കിൽ തൊട്ടു പിന്നാലെ ഓർലൻ ഷൂമനി റയൽ മാഡ്രിഡിന്റെ ഗോൾ കണ്ടെത്തി. ടോണി ക്രൂസ് സ്റ്റൈലിലാണ് താൻ ഫിനിഷ് ചെയ്തത് എന്ന് അദ്ദേഹം കളിക്ക് ശേഷം പറയുന്നുണ്ട്. മനോഹരമായ ഗോളോടുകൂടി റയൽ മാഡ്രിഡ് ഒപ്പം പിടിച്ചു. ഇടവേള സമയത്ത് മത്സരം 1-1 സമനിലയായിരുന്നു. അപ്പോഴും റയൽ തന്നെയാണ് അഗ്രിഗേറ്റിൽ മുന്നിൽ നിന്നത്. ആദ്യ മത്സരത്തിലെ വിജയത്തോടുകൂടി 2-1 ലീഡിലാണ് അപ്പോഴും ഉണ്ടായിരുന്നത്. എന്നാൽ കളിയുടെ 80-ാമത്തെ മിനിറ്റിൽ വിനി ജൂനിയറുടെ ഗോൾ പിറക്കുന്നു. ലിസ്ബണിൽ അടിച്ച പോലെ അതിമനോഹരമായ ഗോളെന്നൊന്നും പറയാനില്ല, പക്ഷേ എഫക്റ്റീവായിരുന്നു അത്. ആ ഗോളിന് ശേഷമാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ സെലിബ്രേഷൻ ഹെയ്റ്റേഴ്സിൻ്റെ നെഞ്ചത്ത് കയറി വിനി ജൂനിയർ കളിച്ചത്. അങ്ങനെ 2-1 റയൽ മാഡ്രിഡ് വിജയിച്ചിത യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രീ ക്വാർട്ടറിൽ വീണ്ടും സിറ്റി ആകുമോ? നല്ല സാധ്യതയുണ്ട്. കാത്തിരിക്കാം UCL ഫിക്സർ നിർണയ നറുക്കെടുപ്പിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.